അല്ല ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ചിക്കൻ കറി വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ വരുമ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങി 112 റുപ്യാണ് 100 കിലോ നെടുങ്കോഴിയുടെ വെള്ളക്കോഴിയുടെ വില. അപ്പോൾ ഗോപേട്ടൻ്റെ കോഴിക്കടയിൽ വീട്ടിൽ നായക്കഥ ഇവിടെ കയറി കിടക്കണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും. കാലത്ത് നാടൻ കോഴി ഇത്ര 350 റുപ്യ ഉണ്ടായിരുന്നു. ഇവിടെ മീനും ഉണക്കമീനും സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കോഴിക്കടയിൽ ഉണക്കമീനൊക്കെ ഉണ്ട്. ഇത് സുന്ദരനായ ഞാനിവിടെ നിൽക്കണ്ടായിരുന്നു. എന്നിട്ട് ഈ വെള്ളക്കോയിലെ വലിയൊരു കോഴിനെ വാങ്ങിയിട്ട് ഞങ്ങൾക്ക് പോകുന്നു. 2.3 കിലോന് ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇത് വണ്ടിയുടെ പെട്രോൾ കൊണ്ടിട്ട് വീട്ടിലേക്ക് നന്നായിരിക്കും. വീട്ടിലേക്ക് ഞങ്ങൾ വരുമ്പോൾ മനോജേട്ടൻ്റെ കടയിൽ ആർക്കിസ്റ്റൂസ് മനോജേട്ടൻ്റെ കടയിൽ എന്ത് വാങ്ങി? ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ പേസ്റ്റ്, അതായത് സവാള വീട്ടിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പച്ചമുളക്, പിന്നെ എന്തൊക്കെ വാങ്ങി ഇത് പോകുന്നു. നാരങ്ങയൊക്കെ പിന്നെ വെച്ചു. ഇന്നൊന്ന് വെറൈറ്റി, അതായത് ഇത് സവാള അതേപോലെ പച്ചമുളക് അതേപോലെ വലുതാക്കി അരിഞ്ഞിട്ടുള്ള നമ്മുടെ തക്കാളി, അത് ഏകദേശം ഒരു കൊല വഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചട്ടിയിൽ നിന്ന് എടുത്തിട്ട് നേരെ ഈ ചട്ടിക്കുണ്ട്. ഈ ചട്ടിയിൽ മൊത്തം ഗരം മസാല, ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ കുരുമുളക് പൊടിയൊക്കെ മിക്സായിട്ടുള്ള അതിലേക്ക് തന്നിട്ട് നന്നായിട്ടുണ്ട് ഇളക്കി. മറ്റേത് ഒരു തുള്ളി പോലും ഈ വെള്ളമില്ല, ഒരു തുള്ളി പോലും വെള്ളമില്ല. പിന്നെ നമ്മൾ തണ്ണിമത്തം വാങ്ങിച്ചു. തണ്ണിമത്തം ഒരു വെറൈറ്റി ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് അതെങ്ങനെ അറിയാം, രസമാണ്. ഒന്ന് റൗണ്ട് ചെറുതായിട്ട് എടുക്കും. എന്നിട്ട് നമ്മളൊരു പാത്രത്തിൽ വെച്ചിട്ട് ഈ റൗണ്ടിൽ ഇതിപ്പോൾ ഒരു ഇതിൽ ഈ ഫോൺ പിടിച്ചുകൊണ്ട് ക്യാമറ വീഡിയോ എടുക്കാൻ വേണ്ടിയൊക്കെ കൊണ്ടിട്ട് ശരിയാവത്ത്. ആ ബോർഡർ ഉണ്ടല്ലോ, റെഡിൻ്റെയും വൈറ്റിൻ്റെയും ആ സാധനം, അതിൻ്റെ തൊലിയുടെയും ഉള്ളിലത്തത് അത് വെച്ച് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്യും. അപ്പോൾ എന്തായി ഇങ്ങനെ ഒരു സാധനം കിട്ടും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് തന്നെ 4 ക്രോസ് ഇങ്ങനെയൊക്കെ വെക്കും. എന്നിട്ട് ആ സാധനം തൊലി എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരും. നല്ല അടിപൊളിയായി. എന്ത് ഇരുട്ട്. പിന്നെ ഞാൻ തിന്നുകൊണ്ടിരിക്കണം. അപ്പം എൻ്റെ ക്യാമറ കൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആക്കിയപ്പോൾ അത് ഇരുട്ടായത്. ഇതാ സാധനം ഇത് കാണുമ്പോൾ ഒരു ലുക്കില്ലല്ലോ കേട്ടോ, പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു. അതായത് ചിക്കൻ കറക്റ്റ് വേവിൽ ഓവറായിട്ട് വെന്തിട്ടൊരു ലെവലിലൊക്കെ സമ്മതിച്ചില്ല. പിന്നെ എന്താ നമ്മൾ നാരങ്ങയിൽ പിഴിഞ്ഞ് വയ്ക്കും. കുറച്ച് ചോറ് കൊടുത്തു. പിന്നെ എന്ത് ചെയ്തു, നല്ല എരിവ് തട്ടുകയാണെങ്കിൽ പുറത്ത് തണ്ണിമത്തനുണ്ട്. എല്ലാം കൂടി ഒരു പിടി അങ്ങോട്ട്